കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടിക്കുന്ന ഒരു അപകടമാണ് തൃശൂർ ചൊവ്വൂരിൽ നടന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞ് കയറി വലിയൊരു അപകടമുണ്ടായി. 3 സ്ത്രീകളാണ് സംഭവത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. തൃശൂരിൽ സ്വകാര്യ ബസ്സുകളുടെ വേഗതയെക്കുറിച്ചുള്ള പരാതികൾ നിരവധിയാണ്. എന്നോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഉണ്ട്. സാർ, ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇനി പോലീസിൽ ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം നമ്മുടെ നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള തൃശ്ശൂർ റൂറലിൽ സംഭവം നമ്മളും കൂടി കണ്ടിരുന്നു. ഒരു നല്ല ഗുരുതരമായിട്ടുള്ള അപകടമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കേണ്ട ഭാഗമായിട്ടും പൊതുവെയുള്ള സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഭാഗമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരാഴ്ച അവിടെ എടുത്ത് നോക്കിയാൽ മിന്നൽ പരിശോധനയായിട്ട് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം 40-ന് കൂടുതൽ കേസും മറ്റൊരു പ്രാവശ്യം 50-ന് കൂടുതൽ കേസിനും എടുത്തിട്ടുണ്ട്. ഈ ഒരു 23-ാം തീയതി ടു 28-ാം തീയതി ഒരു 5 ദിവസം 2 പ്രത്യേക ഫോക്കസോട് കൂടി എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റും അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ പോകുന്ന ബസ്സുകൾ, ഈ 2 പ്രത്യേക ഫോക്കസോട് കൂടി ഒരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് തൃശ്ശൂർ സിറ്റി പോലീസ് ജില്ലയിൽ നാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടെത്താം. നേരത്തെ തന്നെ നമ്മൾ ഓഫ്കോഴ്സ് RTOയും പ്രൈവറ്റ് ബസ് ഉടമസ്ഥരെയും നാം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഉള്ള സമയക്രമങ്ങൾ അതിന് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വെച്ചിരുന്നു. അത് അവരുടെ പരിഗണനയിലാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു തീരുമാനം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരുന്ന മുറയ്ക്ക് നോക്കാം. എന്നിരുന്നാലും നമ്മുടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രൈവ് അടുത്ത 5 ദിവസം ഈ ഒരു 2 വിഷയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, അത് ഹെൽമെറ്റ്, 2 വീലേഴ്സിലുള്ള ഹെൽമെറ്റും അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾസ്, പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ബസ്സസിലുണ്ട് സ്പീഡിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് 5 ദിവസം നടത്താൻ. കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ 2-3 ഡ്രൈവേഴ്സിനെ ഇതുപോലെ ഡ്രങ്കനായിട്ട് ഡ്രൈവ് ചെയ്യുന്ന പിടികൂടിയിരുന്നു. ഡ്രങ്കൺ ഡ്രൈവേഴ്സിനും പിടികൂടുന്നുണ്ട്. അതല്ലാതെ ബസ്സുകളിൽ ഓവർ സ്പീഡിൽ പോകുന്ന ബസ്സുകൾ പിടികൂടുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് എഫേർട്സാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക പരാതികൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിലോ ഇല്ല നിങ്ങൾ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ബസ്സുകളിലോ ഇല്ല എന്തെങ്കിലും ഒരു വാഹനത്തിൽ അങ്ങനെ ഒരു അമിത വേഗത്തിൽ പോകുന്നുണ്ട്, ഒരു അശ്രദ്ധയായിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ 112 വിളിച്ച് യാതൊരു വ്യക്തിയും പരാതി പറയാം. അതിന് നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു കാര്യം കൂടി ബോധിപ്പിച്ചുകൊള്ളു. സർ, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ആ പറയുന്ന ഡ്രൈവർ ഓൾറെഡി 2010-ലും 2019-ലും ഇതുപോലെ 2 കേസസ് പ്രതിയായിരുന്നു. അത് റൂറൽ ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എനിക്കറിയില്ല. റൂറൽ എസ്പിനോട് നിങ്ങൾ ചോദിക്കുന്നത് ആക്ഷൻ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കും. അതെ, തീർച്ചയായും. താങ്ക് യു. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ.